അപ്പോൾ ഇത് നമ്മുടെ ചക്കരക്കുട്ടി മാവാണ്. ഏതാണ്ട് 2-2.5 വർഷം പഴക്കമുണ്ട്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഏതാണ്ട് ഒരു 6 മാസം പഴക്കമുണ്ടായിരുന്നു. ചെറിയ തൈയായിരുന്നു. ഇപ്പോൾ നമ്മളിതുപോലെ ഡ്രമ്മിൽ നട്ട് ഞാൻ ഒരു 2.5 വർഷമായി നട്ടിട്ട്. അപ്പോൾ അത് പൂത്തിട്ടുണ്ട്. ഏതാണ്ടൊരു 25ഓളം മാങ്ങകളുണ്ട് ഇതിൻ്റെ മുകളിൽ. ചെറിയ കൊലയായിട്ട് കായ്ക്കും. ഒരു കൊലയിൽ തന്നെ ഇപ്പോൾ 8 മാങ്ങയുണ്ട്. ഇത് ആദ്യം പിടിച്ച മാവിൻ്റെ കൂട്ടത്തിലാണ്. അപ്പോൾ അതിൽ ഒരു മാങ്ങ പഴുത്ത് വീണിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. നമുക്ക് ഇത് പഴുത്തു, നല്ല മണമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ ഇതിലിത് കൂടാതെ ഇപ്പോൾ ഇതും ഈ മാങ്ങയും ഇത് രണ്ടും ഏകദേശം ഒരേപോലെ സമയത്ത് പിടിച്ച മാങ്ങയാണ്. പക്ഷേ 2 എണ്ണം വളരെ ചെറുതാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത്. പിന്നെ ഈ ഒരു കൊലയുണ്ട്. ഇങ്ങോട്ട് ഇവിടെയൊക്കെ കൊലകളുണ്ട്. ഇവിടെ എല്ലാം മാങ്ങകളുണ്ട്. പിന്നെ കൂടാതെ ഇവിടെ നമുക്ക് പൂങ്കൊലകൾ കാണാം, പുതിയ പൂങ്കൊലകൾ കാണാം. അതുപോലെ ഇപ്പം പുതിയ തളിരിലകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് പൂത്തുകൊണ്ടിരിക്കുന്നൊരു മാവാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പൂത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പൂങ്കൊലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ ചക്കരക്കുട്ടി എന്ന് പറയുന്ന ഈ മാവ് നമ്മുടെ നാടിൻ്റെ തനതായിട്ടുള്ളൊരു ഇന്ത്യൻ വെറൈറ്റിയാണ്. ഇത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി അവിടെയാണ് ഇതിൻ്റെ സ്വദേശം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ എങ്കിലും എന്താ പറയുക, നമ്മുടെ തനതായിട്ടുള്ള നാടൻ മാങ്ങയാണ്. അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയ വലിപ്പം. ഇതാണ് ഇതിൻ്റെ മാക്സിമം വലിപ്പം. പക്ഷേ നല്ല മധുരമാണ്. പേര് പറഞ്ഞ പോലെ തന്നെ ചക്കരക്കുട്ടി നല്ല മധുരമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട്, ഇതിൻ്റെ മധുരം എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് ശരിക്കും ആയിട്ടില്ല, നല്ല മണമാണ്. ശരിക്കും പഴുത്തിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും പഴുത്തിട്ടില്ല. ജസ്റ്റ് ചിലപ്പോൾ ഞാൻ കൈ തൊട്ട സമയത്ത് ചിലപ്പോൾ വീണതായിരിക്കും അതിൽ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു കഷ്ണം നമ്മൾ എടുത്തു നോക്കുകയാണ്. പഴുത്ത് വരുന്നതേ ഉള്ളൂ. നന്നായിട്ട് നാരുകളുണ്ട്, ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു മാങ്ങയാണ്. പഴുത്ത് കഴിയുമ്പോൾ ഉള്ളിൽ നല്ല റെഡിഷ് കളറാണ് വരിക. ഇത് ശരിക്കും പഴുത്തിട്ടില്ല, പഴുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. നല്ല ഫൈബർ കണ്ടൻ്റുള്ള ഒരു മാങ്ങ വെറൈറ്റി കൂടിയാണ് ഈ ഒരു ചക്കരക്കുട്ടി. വലിപ്പം വളരെ കുറവ്, അതായത് ഇതാണ് ഇതിൻ്റെ ഒരു മാക്സിമം സൈസ് വരിക. പിന്നെ കൊലകുത്തി കായ്ക്കും, കൊലയായിട്ട് കായ്ക്കും. നമ്മളിപ്പോൾ കണ്ടു, ഒരു കൊലയിൽ 8-10 മാങ്ങകളുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഭാരം ഒരു 50 ഗ്രാമൊക്കെയാണ് ഇതിൻ്റെ വെയിറ്റ്, 50-60 ഗ്രാമൊക്കെയാണ് വരിക. അപ്പോൾ ഇതേപോലെ മറ്റൊരു നമ്മുടെ നാടൻ വെറൈറ്റിയാണ് ചന്ദ്രകാരൻ. അതും വളരെ പ്രിയപ്പെട്ട ഒരു മാങ്ങയാണ്. നല്ല സുഗന്ധമുള്ള മധുരവുമുള്ള ഒരു നാടൻ വെറൈറ്റി. നമ്മൾ ഉണ്ണിമാങ്ങ ഉപ്പിലിടാനും ഒക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു മാവാണ് ചന്ദ്രകാരൻ. അതേപോലെ തന്നെയുള്ള നമ്മുടെ ചക്കരക്കുട്ടി ഇങ്ങനെ കൊലയായിട്ട് കായ്ക്കും, കൊലകുത്തി കായ്ക്കും. ഇത് നമ്മൾ ഡ്രമ്മിലാണ് നട്ടിട്ടുള്ളത്. ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ജലസേചനം, അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ച് ജലസേചനം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാൽ ചാണകവും അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇതൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് എല്ലാ പ്രാവശ്യവും നമ്മളിതിന് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഡ്രമ്മിൽ വെട്ടത്. ഇപ്പം നമ്മളിത് മാറ്റിയിട്ട് മണ്ണിലേക്ക് നടാനുള്ളൊരു ഒരുക്കത്തിലാണ്. മറ്റു മാവുകളെ പോലെയല്ല, ഇതിലൊരു കൊലയുണ്ടെങ്കിൽ, ഒരു പൂവിൻ്റെ ഒരു കൊലയുണ്ടെങ്കിൽ അതിലെന്തായാലും ഒരു 5-10 മാങ്ങ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. മറ്റ് പല മാവുകളും ഒരു കൊലയിൽ ചിലപ്പം 1 മാങ്ങ 2 മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്താണ് ഈ ഒരു കൊലകുത്തി കായ്ക്കുന്നത്. മറ്റൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്, ഇതിന് ഇപ്പം ഒരു കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ വീടും അല്ലെങ്കിൽ ഈ ഒരു മാവ് വെച്ചിട്ടുള്ളത്. അപ്പം രാവിലെ തൊട്ട് ഏതാണ്ടൊരു ഉച്ച വരെ നല്ല വെയിൽ കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാവിൻ്റെ കൊലകളെല്ലാം തന്നെ, ഈ പൂക്കളും കൊലകളൊക്കെ ആ ഫ്രണ്ട് ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്താണ് കൂടുതലായിട്ട് കാണുന്നത്. അതേസമയം ഇപ്പുറം ഭാഗത്ത്, അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് അങ്ങനെ അധികം, അതായത് പറഞ്ഞു വരുന്നത് ഏതാണ്ട് നല്ല സൺലൈറ്റ് ഇതിന് ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ചക്കരക്കുട്ടി മാവ് നമ്മുടെ വീട്ടിലൊക്കെ നട്ട് പരിപാലിക്കാൻ പറ്റിയൊരു മാവിൻ്റെ ഇനം തന്നെയാണ്. കാരണം നമ്മൾ പല മാവുകളും പല പേരുകൾ കേട്ട്, ഇപ്പോൾ ഓരോ മാവിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും അതുപോലെ ടേസ്റ്റിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ കണ്ടീഷനിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാവ് ഏതാണ് എന്ന് നമ്മൾ നോക്കിയിട്ട് മാത്രം നമ്മൾ മാവുകൾ സെലക്ട് ചെയ്യുക. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ വെറൈറ്റികളാണ്. ഇപ്പോൾ നാടൻ വെറൈറ്റികൾ എപ്പോഴും നമ്മൾ നട്ട് പരിപാലിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മളൊരു കടമ തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് പേര് നമ്മുടെ എക്സോട്ടിക് ആയിട്ടുള്ള പല വെറൈറ്റികളും നടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നാടൻ വെറൈറ്റികൾക്കും കൂടെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ വളരെ നന്നായിരിക്കും.
അപ്പോൾ ഇതുപോലുള്ള മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. മറ്റ് കുറച്ച് മാവുകൾ കൂടെ പൂത്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള വലിയൊരു ചന്ദ്രകാരം മാവുണ്ട്. ഇതൊക്കെ ഡ്രമ്മിൽ നട്ട മാവുകളാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ മിക്ക മാവുകളും നമ്മൾ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുത്ത് നടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണുള്ളത്. അപ്പോൾ ഈ മാവുകളൊക്കെ അതുപോലെ നമ്മൾ, കാരണം മണ്ണിൽ നട്ടാൽ കുറച്ചും കൂടെ കായ്കളുടെ എണ്ണവും കൂടും. അതുപോലെ നമ്മൾ അത്രയും കെയർ ആവശ്യമില്ല. അപ്പോൾ ഇത് ഡ്രമ്മിലൊക്കെ നട്ട് കഴിയുമ്പം കായ്ക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നമ്മൾ അതുപോലെ അതിന് കെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ ഡ്രമ്മിൽ നട്ടത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തേക്ക് ഇത് മാറ്റി നടേണ്ട ഒരു പ്ലാനിലാണ് നമ്മളുള്ളത്.